ഇയാളിത് ഓടുക്കൈ വരണ്ടേ ദിമക്കാണല്ലേ ഈ വരണ്ടേ. കുഞ്ഞു നോക്കടാ, അയാൾ വണ്ടി തട്ടിച്ചേക്കണതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കാം. കാക്കാ വണ്ടി എന്നാണ് മാറ്റിക്കാണി, അത് മാറ്റി. അവിടെ നിക്കി കൊല്ലി. പടച്ചോനെ, ആകെ നെളുങ്ങി ഭാര്യയും കുറിയൊക്കെ വീണക്കണല്ലോ, പെയിന്റ് ഒക്കെ പോയിക്കണ്. എന്താ കാക്കങ്ങൾ ഈ കാട്ടി വെച്ചേക്കണ്? ഇങ്ങോട്ട് നോക്കാണെ അതിന്റെ പെയിന്റ് ഒക്കെ പോയില്ല. നിങ്ങൾ ആ സൈഡിൽ കൂടി അല്ലേ വരേണ്ടത്, നിങ്ങൾ എന്തിനാ ഈ റോങ് സൈഡിൽ കൂടി കയറി? എന്തായി? എടാ ഞാൻ ഒരു അർജന്റ് കാര്യത്തിന് അങ്ങാടിക്ക് പോവാണ്, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ഇത് പറ്റിപ്പോയി. ഞാൻ എന്താ എനിക്ക് ചെയ്തു തരേണ്ടത്? അതിപ്പോ നിങ്ങൾ പൊയ്ക്കോളി, ഇനിയിപ്പോ നോക്കി പൊയ്ക്കോളി പോകുമ്പോ. എടാ ഇന്ത്യക്ക് പറ്റിപ്പോയതാണോ, ഞാൻ അറിയാതെ പറ്റിപ്പോയതാ. സാരല്ല, ഇനിയിപ്പോ നിങ്ങൾ പൊയ്ക്കോളി. അല്ല മൻസൂർജി, എന്ത് പണിയാ കാട്ടിയത്? എടാ ചങ്ങായി, ഇത് നന്നാക്കാൻ എത്ര പൈസ വന്ന എന്റെ വിചാരം? അത് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം കൊടുന്ന് പാതും തട്ടിച്ചൂലല്ലോ. ഇന്നാലും അങ്ങനെ വിടാൻ പാടണ്ട. അതുകൊണ്ടല്ലടാ, അയാൾ ആ നോട്ടും വർത്താനൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ ഉപ്പാനെയാണ് ഓർമ്മ വന്നത്. ഞാനിപ്പോൾ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അയാൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റൂല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്കും കുടുംബമൊക്കെ ഉള്ളതല്ലേ. അയാൾ തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇയാളെ ഒഴിവാക്കിയത്? അയാൾ ഇനിയിപ്പോൾ ഒരു 100-200 തന്നാൽ തന്നെ അതുകൊണ്ട് ഇപ്പോൾ ഇത് നന്നാക്കാൻ പറ്റും. വരാനുള്ളതേ വയ്യ തന്നൂല. നമ്മൾ ഈ റോട്ടുമ്പോൾ വണ്ടിയിട്ടൊക്കെ നടക്കണ്ടല്ലോ. അയാളോട് നമ്മളിന്ന് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മളെ അടുത്ത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കാനായിട്ടുണ്ടാവും. അതെ, മനുഷ്യൻ ജീവൻ കൊടുക്കുന്ന വാഹനങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ നിയന്ത്രണ പരിധി വിടാറുണ്ട്. രക്തം പൊടിയാതെയും ജീവഹാനി സംഭവിക്കാതെയും വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കാതെയും ചെയ്യുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുക.